നമ്മുടെ രാജ്യത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ട് ഞാൻ ഇത്ര ദിവസവും മിണ്ടാതെ പ്രതികരിക്കാതിരുന്നു. അതിന് കാരണം എനിക്ക് പ്രതികരിക്കാൻ ഭയമുള്ളത് കൊണ്ടല്ല, മറിച്ച് ഓൺലൈനിലൂടെ പ്രതികരിക്കുന്നത് ശരിക്കും ഒരു പ്രതികരണമാണോ എന്ന് അറിയാത്തത് കൊണ്ടാണ്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, സമരമുഖത്ത് പോയി തന്നെ എല്ലാവർക്കും പ്രതികരിക്കാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും പ്രതികരിക്കണമെന്ന് നിർബന്ധമില്ല. മറിച്ച് ഓരോരുത്തർക്കും പ്രതികരിക്കുന്നതിന് ഓരോ വേദിയുണ്ട്, ഓരോ രീതിയുണ്ട്. ചിലർക്കത് സമരമുഖമായിരിക്കാം, ചിലർക്കത് കോടതിയായിരിക്കാം, ചിലർക്കത് ക്യാമറയായിരിക്കാം. എനിക്ക് കിട്ടിയത് ഈ ക്യാമറയാണ്, ചിലപ്പോൾ നിങ്ങൾക്കുമുള്ളത് ഈ ക്യാമറയായിരിക്കാം. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ചോദ്യം ചോദിക്കുന്ന പൗരൻ എന്ന് പറയുന്നത് ഒരിക്കലും രാജ്യത്തിന്റെ ശത്രുവല്ല, മറിച്ച് ആ ചോദ്യം ഭയക്കുന്ന ഭരണമാണ് ജനാധിപത്യത്തിന്റെ ശത്രു എന്ന് പറയുന്നത്. നീതിയുടെ പക്ഷം പിടിക്കാൻ നമ്മൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും കൊടി പിടിക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ നമ്മൾ വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും രാജ്യത്തെ വിമർശിക്കുന്നില്ല, രാജ്യദ്രോഹിയാവുന്നില്ല. കാരണം സർക്കാരല്ല രാജ്യം എന്ന് പറയുന്നത്, ഭരണമല്ല രാജ്യം എന്ന് പറയുന്നത്. രാജ്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ചോദിക്കുന്നത് അധികാരം ആരുടെ കയ്യിലാണെന്നുള്ളതല്ല, മറിച്ച് ഈ അധികാരം ആരെയാണ് സേവിക്കുന്നത്, ആരെയാണ് സേവിക്കേണ്ടത് എന്നാണ്. നമ്മൾ ഇന്ന് മിണ്ടാതിരുന്നാൽ ഒരുപക്ഷെ നാളെ നമ്മളുടെ മക്കൾക്ക് സംസാരിക്കാനുള്ള അവകാശം പോലും ബാക്കിയുണ്ടാവുമോ എന്ന് സംശയമാണ്. ആ തെറ്റ് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇന്ന് ചോദിക്കുന്നത്. നിങ്ങളും ചോദിക്കണം, ബഹുമാനത്തോടെ ചോദിക്കണം, ഭയമില്ലാതെ ചോദിക്കണം, ഉത്തരം കിട്ടുന്നത് വരെയും ചോദിക്കണം. ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടല്ല, മറിച്ച് നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ആരുടെയും തന്തയുടെ വകയല്ല.